Next we are going to prove that any group G of order 255 is cyclic. Any group G of order 255 is cyclic. ഇതാണ് നമ്മൾ ഇനി പ്രൂവ് ചെയ്യാൻ പോകുന്നത്. So let G be a group with the order 255 and we have 255 is equal to 3 into 5 into 7. Now consider silo 17 subgroup. Let H be a silo 17 subgroup. ഒരു സൈലോ 17 സബ്ഗ്രൂപ്പ് ചൂസ് ചെയ്തു. ഇനി ഇതിൽ സൈലോ 17 സബ്ഗ്രൂപ്പിൻ്റെ ഓർഡർ എന്താ വരുന്നത്? ഇവിടെ 17 255നെ ഡിവൈഡ് ചെയ്യുന്ന ലാർജസ്റ്റ് പവർ ഓഫ് 17 ഏതാണ്? 17 മാത്രമേ വരുന്നുള്ളൂ. സോ ഈ സൈലോ 17 സബ്ഗ്രൂപ്പിൻ്റെ ഓർഡർ എന്തായിരിക്കും? 17 ആയിരിക്കും. ഇനി നമ്പർ ഓഫ് സൈലോ 17 സബ്ഗ്രൂപ്പ് എടുക്കുമ്പോൾ ലെറ്റ് ഇറ്റ് ബി n. ഇപ്പം n എന്തായിരിക്കണം? n is equal to 1 mod 17 ആയിരിക്കണം. n 3 into 5, അതായത് 15നെ ഡിവൈഡ് ചെയ്യാൻ വേണം. 15 17നേക്കാളും ലെസ്സർ ആണല്ലോ. അപ്പോൾ 15നെ ഡിവൈഡ് ചെയ്യുന്ന n equal to 1 mod 17 വരുന്ന നമ്പർ ഏതാണുള്ളത്? n is equal to 1 മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ സൈലോ 17 ഗ്രൂപ്പ് എന്താണ്? യുണീക്ക് ആണ്. അതായത് എച്ച് മാത്രമേ ഉള്ളൂ സൈലോ 17 സബ് ഗ്രൂപ്പായിട്ട്. നമുക്കറിയാം സൈലോ പി സബ് ഗ്രൂപ്പ് യുണീക്ക് ആണെങ്കിൽ ആ സൈലോ പി സബ് ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൽ നോർമൽ ആയിരിക്കും. സോ അതുകൊണ്ട് എച്ച് ഈസ് എ നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി ആയിരിക്കും. ഓക്കെ, അപ്പോൾ എച്ച് നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി ആയതുകൊണ്ട് നോർമലൈസർ ഓഫ് എച്ച് എന്തായിരിക്കും? ജി ആയിരിക്കത്തില്ലേ? ആണല്ലോ. ഇനി നമ്മൾക്കറിയുന്നൊരു പ്രോപ്പർട്ടിയാണ്, നമ്മളതൊരു എക്സാമ്പിൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി ഞാൻ സ്റ്റേറ്റ് ചെയ്യാവേ. എൻ ഓഫ് എച്ച് ഓവർ സി ഓഫ് എച്ച് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓർഡർ എന്താണ്? ഡിവൈഡ്സ് the order of all group automorphisms on H. The group of all automorphisms on H കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓർഡറിന് ഈ ഒരു ഓർഡർ ഡിവൈഡ് ചെയ്യുമെന്നത് നമ്മൾ മുൻപേ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു എക്സാമ്പിൾ ആയിട്ടായിരുന്നു പ്രൂവ് ചെയ്തത്. ഇനി ഇവിടെ എച്ച് എന്ന് പറയുന്നത് എന്താണ്? ഐസോമോർഫിക് ടു Z17 ആയതുകൊണ്ട് ഈ ഒരു ഓർഡർ എന്തിന് ഈക്വലായിട്ട് വരും? ദ ഓർഡർ ഓഫ് ഓൾ ഓട്ടോമോർഫിസംസ് ഓൺ Z17 ഈക്വലായിട്ട് വരും. ഇനി നമ്മൾക്കറിയാം പി പ്രൈം ആണെങ്കിൽ ഓർഡർ ഓഫ് ഓൾ ഓട്ടോമോർഫിസംസ് ഓൺ ZP is equal to the order of the group of all units modulo P, U of P. ഇതിൻ്റെ ഓർഡറും രണ്ടിൻ്റെയും ഓർഡർ സെയിം ആയിരിക്കുമെന്ന് നമ്മൾക്കറിയാം അല്ലേ? അപ്പോൾ ഇത് എന്തിന് ഈക്വൽ ആയിരിക്കും? ദിസ് ഇസ് ഈക്വൽ ടു ഓർഡർ ഓഫ് യു ഓഫ് 17 വരും. ഇനി ഇതിൻ്റെ ഓർഡർ എന്താണ്? യു ഓഫ് 17ൻ്റെ ഓർഡർ 5 ഓഫ് 17 ഈക്വൽ ആണ്. എന്താണ് ഈ 5 ഓഫ് 17 കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്പർ ഓഫ് ഇൻഡിജേഴ്സ് വിച്ച് ആർ നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻഡിജേഴ്സ് വിച്ച് ആർ ലെസ് ദാൻ 17 ആൻഡ് റിലേറ്റീവ്ലി പ്രൈം ടു 17. അപ്പോൾ പി പ്രൈം ആണെങ്കിൽ ആ ഒരു നമ്പർ P-1 ആണ് വരിക. അപ്പോൾ ഇവിടെ 17 - 1 ഈക്വൽ ടു 16 വന്നു. അപ്പോൾ നമ്മൾക്ക് എന്താണ്? ഈ ഒരു ഓർഡർ എന്തിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെന്ന് കിട്ടി? 16നെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് കിട്ടി അല്ലേ? ഇനി ഈ ഒരു ഓർഡർ കൺസിഡർ ചെയ്ത് ദിസ് ഇസ് ഈക്വൽ ടു order of n of h by order of c of h എന്ന് വരും. അതായത്
order of C of H into order of N of H over C of H. Order of C of H into order of N of H over C of H is equal to order of N of H എന്ന് വരുവേ. ഓക്കെ, കാരണം ഈ ഓർഡർ ഓഫ് സി ഓഫ് എച്ചിനെ കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഓർഡർ ഓഫ് എൻ ഓഫ് എച്ച്, എൻ ഓഫ് എച്ച് ഈക്വൽ ടു ജി ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു ഓർഡർ ഓഫ് ജി എന്ന് വരും. ഇപ്പോൾ ഓർഡർ ഓഫ് ജി എന്ന് പറയുന്നത് ഇത് രണ്ടിൻ്റെയും പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമ്മൾക്ക് എന്ത് പറയാം, ഈ ഒരു ഓർഡർ എൻ ഓഫ് എച്ച് ഓവർ സി ഓഫ് എച്ചിൻ്റെ ഓർഡർ എന്തിനേയും ഡിവൈഡ് ചെയ്യും, ഓർഡർ ഓഫ് ജി, അതായത് 255നെയും ഡിവൈഡ് ചെയ്യും. നോക്കിക്കേ, 255നെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്, 16നെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 16നെ ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ട് അതെന്താണ്, 2ൻ്റെ ഒരു പവറേ വരത്തുള്ളൂ അല്ലേ. ആൻഡ് 255നെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ ആ ഒരു 2ൻ്റെ പവർ 255നെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ ആ നമ്പർ ഏതായിരിക്കണം, 2⁻0 = 1 ആയിരിക്കണം. ഈ 16നും 255നും കോമൺ ആയിട്ടുള്ള ഡിവൈസർ ഏത് മാത്രമാണ്, 1 മാത്രമാണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് കിട്ടി, എൻ ഓഫ് എച്ച് ഓവർ സി ഓഫ് എച്ചിൽ എന്താണ്, ഒരൊറ്റ എലമെൻറ്റേ ഉള്ളൂ. അപ്പോൾ എന്താണ്, സി ഓഫ് എച്ച് നമുക്ക് എന്താണ്, ഇതിലൊരൊറ്റ കൊസറ്റേ വരുന്നുള്ളൂ എന്നാണ് മീനിങ്. എൻ ഓഫ് എച്ച് ജി അല്ലേ, അപ്പോൾ ജി ഓവർ സി ഓഫ് എച്ചിൽ ഒരൊറ്റ എലമെൻറ്റേ വരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് എന്താണ്, സി ഓഫ് എച്ച് ഈക്വൽ ടു എന്തായിരിക്കും, ദിസ് ഇസ് ഈക്വൽ ടു ജി ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ സി ഓഫ് എച്ച് ഈക്വൽ ടു ജി എന്ന് കിട്ടി നമുക്ക്. ഇനി ഇപ്പോൾ സി ഓഫ് എച്ച് എന്ന് വെച്ചാൽ എന്തായിരുന്നു, നമ്മൾക്ക് ജി എച്ച് ജി ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എച്ച് വരുന്ന എല്ലാ ജിയുടെയും കളക്ഷനാണ് സി ഓഫ് എച്ച് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് എന്ത്, ജി എച്ച് ഇസ് ഈക്വൽ ടു എച്ച് ജി എന്ന് എഴുതാം അല്ലേ. if G belongs to centralizer of H, then GH is equal to HG for all H in H ആയിരിക്കും. അതായത് ഇവിടെ നമുക്കിപ്പോൾ സെൻട്രലൈസർ ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു ജി എന്ന് കിട്ടിയില്ലേ. ഇപ്പം എന്ത് പറയാം, ജിയിലുള്ള ഏത് എലമെൻ്റ് എടുത്താലും ആ എലമെൻറ്റ്സിനെല്ലാം ജി എച്ച് ഇസ് ഈക്വൽ ടു എച്ച് ജി ആണ്. അങ്ങനെയാണെങ്കിൽ എച്ച് എവിടെ ഉണ്ടായിരിക്കും, സെൻറ്റർ ഓഫ് ജിയിലുണ്ടായിരിക്കത്തില്ലേ. ജിയിലുള്ള ഏത് എലമെൻ്റ് എടുത്താലും ആ എലമെൻറ്റ്സിനെല്ലാം ജി എച്ച് ഇസ് ഈക്വൽ ടു എച്ച് ജി ആയതുകൊണ്ട് എച്ച് എവിടെ ഉണ്ടായിരിക്കും, സെൻറ്റർ ഓഫ് ജിയിൽ. ഇനി ഈ ഒരു കണ്ടീഷൻ ഈ സബ് ഗ്രൂപ്പിലുള്ള എല്ലാ എലമെൻറ്റ്സിനും സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് എച്ച് എന്തായി തീർന്നു, എച്ച് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് സെൻറ്റർ ഓഫ് ജി ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ എച്ചിൻ്റെ ഓർഡർ എന്താണ്, എച്ചിൻ്റെ ഓർഡർ 17 ആണ് അല്ലേ. ആൻഡ് എച്ച് സബ് ഗ്രൂപ്പ് ഓഫ് സെൻറ്റർ ഓഫ് ജി ആയതുകൊണ്ട് ഓർഡർ ഓഫ് എച്ച് എന്തിൻ്റെ, സെൻറ്റർ ഓഫ് ജിയുടെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യണം അല്ലേ. ഇതിൽ നിന്ന് നമ്മൾക്ക് എന്ത് പറയാം, ഓർഡർ ഓഫ് എച്ച് ഡിവൈഡ്സ് ദ ഓർഡർ ഓഫ് സെൻറ്റർ ഓഫ് ജി ആയിരിക്കണം, കാരണം സബ് ഗ്രൂപ്പ് ആയതുകൊണ്ട്. ഇപ്പോൾ ഓർഡർ ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു 17 ആയതുകൊണ്ട് 17 ഡിവൈഡ്സ് ദ ഓർഡർ ഓഫ് സെൻറ്റർ ഓഫ് ജി ആയിരിക്കണം. ആൻഡ് സെൻറ്റർ ഓഫ് ജി എന്താണ്, ഗ്രൂപ്പിൻ്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യുകയും വേണം അല്ലേ. ഇപ്പോൾ ഗ്രൂപ്പിൻ്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യുന്ന എന്നാൽ 17ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള നമ്പേഴ്സ് ഏതാ വരിക, ഗ്രൂപ്പിൻ്റെ ഓർഡർ 3 × 5 × 17 ആണ് വരുന്നത്. ഇപ്പോൾ ഏതൊക്കെ മൾട്ടിപ്പിൾസ് ആണ് വരുന്നത്, 17 വരാം, പിന്നെ എന്താണ് 17 × 3 51 വരാം, 17 × 5 85 വരാം, പിന്നെ 17 × 3 × 5 255 വരാം. ഇതിൽ ഏത് വേണമെങ്കിലും ദ ഓർഡർ ഓഫ് സെൻറ്റർ ഓഫ് ജി ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ദ ഓർഡർ ഓഫ് ജി ഓവർ സെൻറ്റർ ഓഫ് ജി ഏതെല്ലാം ആവാനാണ് പോസിബിലിറ്റി ഉള്ളത്, ഓർഡർ ഓഫ് സെൻറ്റർ ഓഫ് ജി എന്ന് പറയുന്നത് 17 ആണെങ്കിൽ ഓർഡർ ഓഫ് ജി ബൈ ജി ഓവർ സെൻറ്റർ ഓഫ് ജി എന്തായിരിക്കും, ദിസ് ഇസ് ഈക്വൽ ടു ഓർഡർ ഓഫ് ജി ബൈ ഓർഡർ ഓഫ് സെൻറ്റർ ഓഫ് ജി ആണ്. അപ്പോൾ ഓർഡർ ഓഫ് ജി 255 ആണ്.
അപ്പോൾ 255 ഓർഡർ ഓഫ് സെൻറ്റർ ഓഫ് ജി എന്താണ് 17 എന്നാണ് ചൂസ് ചെയ്തത്. അപ്പോൾ 17 ദിസ് ഇസ് ഈക്വൽ ടു എന്ത് വരും 15 വരും. 3 × 5 15. ഇനി ഓർഡർ ഓഫ് സെൻറ്റർ ഓഫ് ജി എന്ന് പറയുന്നത് ഞാൻ 51 ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ എന്തായിരിക്കും ദിസ് ഇസ് ഈക്വൽ ടു 255/51 എന്ന് വരും. അപ്പോൾ 51 17 × 3 അല്ലേ, പിന്നെന്താണ് 5 വരും. ഈ സെക്കൻഡ് എന്താണ് 85 ആണ് എടുക്കുന്നതെങ്കിൽ 255/85 എന്ന് വരും. ദിസ് ഇസ് ഈക്വൽ ടു 3 വരും. ഇനി ഞാൻ 255 തന്നെയാണ് എടുക്കുന്നതെങ്കിൽ 255/255 ഇസ് ഈക്വൽ ടു 1 വരും. അപ്പോൾ ഇതെല്ലാം ഈ ഒരു ഇൻഡെക്സിൻ്റെ അല്ലെങ്കിൽ ദ ഓർഡർ ഓഫ് ജി ഓവർ സെൻറ്റർ ഓഫ് ജിയുടെ പോസിബിലിറ്റീസ് ആണ്. 15 വരാം, 5 വരാം, 3 വരാം, 1 വരാം. ഇതിൽ 5 വന്നാലും 3 വന്നാലും 1 വന്നാലും ജി ഓവർ സെൻറ്റർ ഓഫ് ജി എന്തായിരിക്കും സൈക്ലിക് ആയിരിക്കും. കാരണം എന്താണ് ഓർഡർ എന്താണ് പ്രൈം നമ്പേഴ്സ് ആണ് വരുന്നത്. ഇനി 15 ആണെങ്കിൽ 15 എന്ന് പറയുന്നത് എന്താണ് 3 × 5 ആണ്. 3 ലെസ് ദാൻ 5 ആണ്. 3ഉം 5 എന്താണ് റിലേറ്റീവ്ലി പ്രൈമുമാണ്. പിന്നെ എന്താണ് 3 എന്തിനെ ഡിവൈഡ് ചെയ്യുന്നില്ല, 3 ഡസ് നോട്ട് ഡിവൈഡ്സ് 5 - 1 ആണ്. അപ്പോൾ ഇത്രയും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്താണ് 3 × 5 ഓർഡർ വരുന്ന ഗ്രൂപ്പ്സ് എല്ലാം സൈക്ലിക് ആണ്. അപ്പോൾ എന്താണ് 15 ആയാലും ഓർഡർ 15 ആയാലും ജി ഓവർ സെൻറ്റർ ഓഫ് ജി എന്തായിരിക്കും സൈക്ലിക് ആയിരിക്കും. സോ ഇതിൽ ഏത് ഓർഡർ വന്നാലും നമ്മൾക്ക് എന്താണ് ജി ഓവർ സെൻറ്റർ ഓഫ് ജി സൈക്ലിക് ആണ്. നമ്മൾക്കൊരു റിസൾട്ട് ഉണ്ട് ജി ഓവർ സെഡ് ഈസ് സൈക്ലിക് then z is abelian, g is abelian. ഇങ്ങനൊരു റിസൾട്ട് ഉണ്ട്. അപ്പോൾ ജി ഓവർ സെൻറ്റർ ഓഫ് ജി ഇതിൽ ഏത് കേസ് ആയാലും ജി ഓവർ സെൻറ്റർ ഓഫ് ജി സൈക്ലിക് ആണ്. സോ നമ്മൾക്ക് എന്ത് പറയാം സെൻറ്റർ ഓഫ് ജി ജി എന്ന് പറയുന്നത് എന്തായിരിക്കും അബീലിയൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ജി എന്ന് പറയുന്നത് 255 ഓർഡർ വരുന്ന ഒരു അബീലിയൻ ഗ്രൂപ്പാണ്. അതായത് 3 × 5 × 17. ഇനി ഇതിൽ 3ഉം 5ഉം 17ഉം ഇതിൽ ഏത് നമ്പേഴ്സ് പെയർ ചെയ്താലും റിലേറ്റീവ്ലി പ്രൈമാണ്. 3 5ഉം 5 17ഉം പിന്നെന്താണ് 3 17 ആയാലും ഈ 3 പേരെടുത്താൽ ഇതെന്താണ് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള നമ്പേഴ്സാണ്. സോ നമ്മൾക്ക് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ഫൈനൈറ്റ് അബിലിയൻ ഗ്രൂപ്പ്സ് വെച്ചിട്ട് എന്ത് പറയാം ജി സൈക്ലിക് ആണെന്ന് പറയാം. ഓക്കെ, നേരത്തെ പറഞ്ഞ അത്രയും അസംഷൻസ് വെച്ച് നമുക്ക് ജി അബീലിയൻ ആണെന്ന് കൺക്ലൂഡ് ചെയ്യാം. പിന്നെ ഫണ്ടമെൻ്റൽ തിയറം ഫോർ ഫൈനൈറ്റ് അബീലിയൻ ഗ്രൂപ്പ്സ് കമ്പൈൻ ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്താണ് ജി സൈക്ലിക് ആണെന്നും കിട്ടും. ഓക്കെ.